കാർഡ് എടുത്തിട്ട് 718. ഓ അയ്യാ, ഒരു BSNL കൂപ്പൺ കൊടുക്കുക. കൂപ്പൺ കാലിയാச்சு സാർ, ഈവനിങ് தான் വരും. ഈവനിങ് വരെ ഫോൺ ചെയ്യാതെ ഞാൻ കാത്തിരിക്കണം. അയ്യോ, ഈ ഫോൺ വർക്ക് ചെയ്യും? വർക്കാവും സാർ. സാർ ഇന്നെങ്ങാനും മുടിയുവാ നീ മുച്ചലാ സാർ. മുച്ചാരാ എനിക്ക് 2 ദിവസമായിട്ട് ഞാനകത്താ, നീയൊക്കെ പുറത്തും. മുച്ചാരാ ആ സാർ. ഇതാ. ഇല്ല ഒന്നില്ല സാർ. ഇല്ല ഒന്നില്ല. ഹലോ സാർ, ഞാൻ ജോണിക്കുട്ടിയാ. രാവിലെ എന്റെ മോളെ കാണാനില്ലെന്ന് കംപ്ലൈന്റ് തന്ന ആളാ ജോണിക്കുട്ടി. അവൾ എവിടെയുണ്ടെന്ന് വല്ല വിവരവും കിട്ടിയോ? നിങ്ങൾ പറഞ്ഞ പയ്യനെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷെ സംഗതി ചില പ്രശ്നമുണ്ടല്ലോ ജോണിക്കുട്ടി. അവൻ തന്റെ മോളെ കെട്ടാൻ പോകുന്ന പയ്യനാണെന്നാണല്ലോ പറയുന്നത്. ഇനി പെണ്ണ് പ്രേമിച്ച് ഒളിച്ചോടി പോയാൽ മറ്റാണോ? ഞാൻ നിങ്ങൾക്ക് അവന്റെ നമ്പർ തന്നത് അവനെ അറസ്റ്റ് ചെയ്യാനാണ്, അല്ലാതെ അവന്റെ ഭൂതവും പാപിയും വർത്താനവും ഒക്കെ കേട്ട് അന്വേഷിക്കാൻ വേണ്ടിയല്ല. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യും, അവനെ ഒന്നോടെ വിളിച്ച് നൈസായിട്ട് അവൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി സാർ ജീപ്പ് എടുത്തോണ്ട് പോയിട്ട് അവനെ പൊക്കിക്കൊണ്ട് വന്ന് ലോക്കപ്പിലിട്ട് ശരിക്കൊന്ന് പൂസ് സാറേ. അവൻ തത്ത പറയണ പോലെ സത്യമെല്ലാം തുറന്നു പറയും. സാറിനെയൊക്കെ ആരാ സാറേ പോലീസിലെടുത്തത്? മിസ്റ്റർ ജോണിക്കുട്ടി, എന്താ സാർ? നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് ചെല്ലേ. അവിടെ നിന്നൊരു ഫോം കിട്ടും, അത് വാങ്ങിച്ച് ഫില്ല് ചെയ്യണം. ഈ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ഫില്ല് ചെയ്യണേ. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ലെറ്റർ വരും, പോലീസ് ട്രെയിനിങ്ങിന് ചേരാൻ. അതിന് സെലക്ട് ആയി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് എന്നെക്കാൾ ഹയർ പൊസിഷനിൽ എങ്ങാനും ആയാ എന്റെ തലയിൽ കയറി നിറങ്ങുക. അപ്പൊ ഞാൻ അനുസരിക്കാം, അല്ലാതെ ചെമ്പൈ വൈദ്യനാഥ ഭാവന വായ്പാട്ട് പഠിപ്പിക്കല്ലേ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. എത്രയായി? 3 രൂപ സാർ. ഓ, കാശിന് കുറവൊന്നുമില്ല, കൂപ്പൺ ചോദിച്ചാ ഇല്ല. I'm in traffic. Dude, I'm in traffic. എടാ പുള്ളി, ഞാൻ ട്രാഫിക്കിലാ. ഈശ്വര, ബ്യൂട്ടിഫുൾ ഗേൾ. எக்ஸ்கியூஸ் மீ, ஃப்ரெண்ட் கிட்ட பேசணும், கொஞ்சம் ஃபோன் தர முடியுமா? It's okay. I'm Manik. ഹലോ മാത്യു, ഞാൻ ജീനിയ. ഹലോ ജീന. എടി, ഞാൻ നിന്നെ കണ്ടിരുന്നു, നിന്റെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ വട്ടിരാജ് നിന്റെ തൊട്ടടുത്ത് നിൽക്കണോണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാതാകെ. അതിനിടയ്ക്ക് നിന്റെ അച്ഛനാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്ന എനിക്കൊരു എത്തും പിടിയും കിട്ടണം. എല്ലാം എൻ്റെ സമയം. നീ ധൈര്യമായിരിക്കേ, എല്ലാം ശരിയാവും. പിന്നെ എൻ്റെ അച്ഛൻ കൊടുത്ത കംപ്ലൈൻറ്റ് അത് നീ കാര്യമാക്കണ്ട, ഞാൻ നിൻ്റെ ഒപ്പമല്ലേ. ജീന, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. ശരി, ടെൻഷൻ അടിക്കണ്ട, വൈകിട്ടാകുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ശരി. ബൈ. ഫോണിങ്ങനെ മേടിച്ച് പിന്നെ പേര് ചോദിക്കുമേ. താങ്ക് യു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഐ ആം മാണിക്. മലയാളിയാണല്ലേ? അതെ. പേരെന്താ? ജീന. ജീന യഹാ മറന യഹാ ജിസ്. ഇത് കണ്ണോ അതോ കാന്തമോ? ജീന, യു ആർ വെരി ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഞാൻ ജീന, ഗോ ഫോർ എ കോഫി ചാറ്റ്. എക്സ്ക്യൂസ് മീ. അല്ല, നമ്മൾ മലയാളികളാണല്ലോ, കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ച്. നാട്ടിലെവിടെ വീട്? തൃശ്ശൂരാണോ കൊല്ലത്തോ? സോറി, ഞാൻ എൻഗേജ്ഡാ. ഓ, ഇപ്പോൾ ബിസിയാണല്ലേ? അതല്ല, ഞാൻ കമ്മിറ്റഡാ, കല്യാണം ഉറപ്പിച്ചതാ. ശരി, ഞാൻ
സോ വാട്ട്, ഒരു കോഫി ചാറ്റ് അല്ലേ ജീന? ഞാൻ ഉയർന്നു പോകും മണ്ണിൽ നിന്നുമെല്ലവേ, കാൽ തൊടാതെ നീന്തും ചന്ദ്രനിൽ എന്ന പോലവേ, 100 കിനാക്കൾ ഒളിച്ചിടും നിന്റെ ചേലരും നീല കണ്ണുകൾ തുറന്നു നീ നോക്കിയാൽ സഖി ഞാൻ ഉയർന്നു പോകും മണ്ണിൽ നിന്നുമെല്ലവേ, കാൽ തൊടാതെ നീന്തും ചന്ദ്രനിൽ എന്ന പോലവേ. പെയ്തിടും മുൻപേയായി മാഞ്ഞ നിൻ തൂമൊഴി തൂകിടും ഇളം തേനായിരുന്നു. 100 കിനാക്കൾ ഒളിച്ചിടും നിന്റെ ചേലരും നീല കണ്ണുകൾ തുറന്നു നീ നോക്കിയാൽ സഖി. ചർച്ച പോയല്ലേ. ഒരു മട്ടൻ ബിരിയാണി കഴിച്ചാലോ? ആ 2 മട്ടൻ ബിരിയാണി, ഒരു ബിക്കൻ ചില ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ, 2 മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ഫ്രൈ. കൊതി വരുമ്പോഴേ പലതും പറഞ്ഞത് തെറ്റിപ്പോവും. പോരെ? ആ മതി. ഓക്കെ സാർ. അളിയ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോണതിന് അറിഞ്ഞില്ലേ? അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാനിങ്ങ് എത്തിയത്. അല്ല, അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സോ? അത് നല്ല ബിസിനസ് ആയിരുന്നു, പക്ഷേ നഷ്ടത്തിലായിപ്പോയി. നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ. അതിനുശേഷം അവന്മാരെ ചൊറിച്ചിൽ വർത്തനം തുടങ്ങി. അവന്മാരുടെ വായടുപ്പിക്കാൻ ഞാനൊരു കിടിലൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് എനിക്ക് ഒരു 50,000 രൂപ അർജൻറ്റായിട്ട് വേണം. വൈകുന്നേരത്തിനുള്ളിൽ മതി. അളിയന് ഇവിടെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ. കടായിട്ട് വേണ്ട, നമ്മുടെ ആ ബാക്കി ശ്രീധനം തരാനില്ലേ? അത് തന്നാൽ മതി. ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് പച്ച പിടിച്ചാലല്ലേ അളിയ അളിയൻ്റെ പെങ്ങള് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ആവുമ്പോൾ അളിയൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാം. എന്തേ കഴിക്കും? சார் பில் என்னையா உனக்குள்ள அவசரம்? சாப்பிட்டு முடிக்கிறதுக்கு முன்னாடி பில் கொடுக்குறியா? ஓ ஜூஸ் உண்டா? ஓ சார் உங்களுக்கு? இல்லை வேண்டாம். பைனாப்பிள் ஜூஸ். ஓகே சார். சார் ஜூஸ் பில் பில்
സെബിൽ. അളിയത് ലാഭമുണ്ടത്. ഇവിടെ പൈസ കുറവാണ്. ദേ അളിയ, എനിക്ക് ബിസിനസിൻ്റെ കാര്യത്തിന് 1-2 പേരെ കാണാനുണ്ടേ. ഇവിടെ തന്നെ നമുക്കിറങ്ങാം. ഇല്ല, അളിയും പോയിക്കോ. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ കണ്ടിട്ട് പോയിക്കോളാം. ഞാനൊരു 5 മണിയാകുമ്പോൾ വിളിക്കാം. ആ ദേ മറക്കരുത്, 5 മണിട്ടാ. ഗ്രൈൻഡറോ? മാവാട്ടാൻ പറ്റില്ലല്ലോ ദൈവമേ. ഇവിടെ വാതില് ഇറങ്ങി ഓടിയാലോ? കർത്താവേ, എന്ത് ചെയ്യും? അയ്യോ, ഓടാലേ. ഹലോ ജോണേ, എടാ നീ ഇവിടെ ഈ റോയൽ ഹോട്ടലിലേക്ക് ഒന്ന് വരാമോ? നിന്റെ ഓഫീസിന് തൊട്ടടുത്താ. എടാ പ്ലീസ് ഡാ, ഞാനിവിടെ തന്നെ ഉണ്ട്. ഒന്ന് പെട്ടെന്നോ. ഓക്കെ. എന്തു പറ്റിയടാ? ഇവിടുത്തെ കാശ് അടിച്ചോണ്ട് പോകുമ്പോ നീ ഏത് കൊണ്ടിരിക്കുന്നു? നീ വന്നു പോയതിനു ശേഷം വട്ടരാജ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നുണ്ടായിരുന്നു. എല്ലാവരും മുമ്പിലിട്ട് എന്നെ നാറ്റിച്ച്. എൻ്റെ അപ്പത്തെ അവസ്ഥ നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഒരു വക പള്ളിപ്പെരുന്നാളും മുണ്ടൊഴിഞ്ഞ സ്ഥിതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമയത്തിന് കാശ് എത്തിച്ചിട്ട് നമുക്ക് 2 പേർക്കും പണിയാണ്. അത് ഏറ്റവും കൂടുതൽ പണിയിട്ട് നമ്മളെ എനിക്കാ. ഉന്നയിച്ച് ഞാൻ പണം തരേ അയാൾ പറഞ്ഞത്. മാത്യു, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊക്കെ ഞാൻ നിനക്ക് ചെയ്തെന്നുണ്ട്. ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ പോണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരുത്തൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ വെട്ടി കൊല്ലാൻ നടക്കാം. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ആ സമയത്ത് അവന്റെ 2 മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പൈനാപ്പിൾ ജ്യൂസ്. എടാ, എൻ്റെ അളിയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അയാൾ കഴിച്ചതിൻ്റെ അരമണിക്കൂറായിട്ട് ഞാനിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതിരിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ലടാ. ഈ ഒരു പ്രാവശ്യം കൊണ്ട് നീ ഇത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ തരാം, പ്ലീസ്. ശരി, വാ. இந்த கார்டு ஒர்க் ஆகலை. എത്ര? 464. കറക്റ്റ് അല്ലേ? വട്ടരാജ് എങ്ങനത്തെ ആളാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് നിന്റെ ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വട്ടരാജക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അതിപ്പോ നീ ആരുടെ കാര്യത്തിന് കത്തി വെച്ചിട്ടാണെങ്കിലും ബാങ്ക് കൊള്ളടിച്ച് തട്ടിപ്പിടിച്ച് കൊണ്ടാണെങ്കിലും ശരി. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. ആണാ കാസ് അപ്പുറം ഇപ്പുറം തരാ.
വട്ടരാജ വെട്ടിക്കൊന്നില്ലെങ്കിൽ തരാം. ഫോൺ എടുക്കാൻ പറ്റില്ല. ഫോൺ ഓട്. பேலன்ஸ் இல்லைண்ணே. பேலன்ஸ் கம்மியாக இருக்கு. 10. ஏய் பட்டன் எங்கடா? ஆனால் இது வந்து டச் ஸ்க்ரீன். இது டச் ஸ்க்ரீன். எவ்வளோ? 10,000ண்ணே. 10,000மா? ஆமாண்ணே. 10,000 ரூபா பட்டனே இல்லை. இப்படி நம்பர் போடு. 9 9 2 8 2 8 4 4 2 2 2 2 3 3 3 3 4 4 4 4 போட்டியா? போட்டியா? மாலிக் வட்டி ராஜா கூட ஃபிகர் இருந்த பெரிய ஹீரோட நீ உன் லவரை தூக்கியாச்சு. காசை கொடுத்து அவளை கூட்டிட்டு போ. அண்ணா எந்த பொண்ணு? ஒரு பொண்ணு பின்னாடி சுத்திட்டு இருந்தியே அவதான். ஏ அண்ணா எனக்கு தெரியாது. ஷீ இஸ் நாட் மை லவர். நீ விடுற கதையில நம்புறதுக்கு நான் ஒன்றும் பொட்டனா இல்லை. 5 மணிக்குள்ள காசை கொடுத்துட்டு அவளை கூட்டிட்டு போ. 10 ரூபா குஸ்காவை ருசிச்சு திங்கிறவனா அவ வேற பார்க்க பாய் விட்டு பிரியாணி மாதிரி இருக்கா. புரியுதுல்ல மிஸ்டர் ராஜா? ஏய் கஞ்சா இழுத்துட்டு ஏதாவது மொக்கத்தனமா யோசிச்ச உன் அண்ணன் கிட்ட போட்டு கொடுத்துருவேன். ஹலோ வட்ராண்ணா, வட்ராண்ணா அண்ணங்கிட்ட சொல்லாதண்ணா. என்னை பற்றி நல்லா தெரியும் மாணிக் உனக்கு. பார்த்து பிடிச்சிக்கோ. அண்ணா ചേട്ടനോട് പറയില്ലട്ടണ്ണா. ഹലോ ഹലോ இந்த அவளை வராதான் இருக்கும். വട്ടിരാജയ്ക്ക് കാശ് കൊടുക്കണം, ജീനയെ കൂട്ടിക്കൊണ്ട് വരണം. അതിനു മുമ്പ് അവളുടെ അപ്പം കൊടുത്ത കംപ്ലൈൻറ്റ് സത്യമില്ലെന്ന് പ്രൂവ് ചെയ്യണം. തിന്നാൻ വേണ്ടി ജനിച്ച അളിയന് 50,000 രൂപ കൊടുക്കണം. ഇതെല്ലാം വൈകിട്ട് 5 മണിക്കുള്ളിൽ നടക്കുകയും വേണം. ജോലി അന്വേഷിച്ച് പോയ സ്ഥലത്തൊക്കെ എക്സ്പീരിയൻസ് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പിച്ചക്കാരനെ പോലെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ദൈവത്തോടുള്ള വിശ്വാസം പോയി തുടങ്ങി. എക്സ്പീരിയൻസ് വേണ്ടാത്ത 2 ജോലിയുള്ളൂ. ഒന്ന് പിച്ചെടുക്കൽ, പിന്നൊന്ന് പിടിച്ചു പറി. ചേട്ടനോട് പറയില്ലട്ടണ്ണാ. ഹലോ டீ குடிச்சிட்டீங்களாடா? குடிச்சு சார். அந்த பொண்ணை யாராவது பார்த்துருக்கீங்களா? இல்லை சார். நல்லா பார்த்து சொல்லுங்க. எவனாவது பித்தலாட்டம் பண்ணீங்க. സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സാർ. ആഹാ, മലയാളിയാ? സാർ ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തി. സാർ ഇവിടുത്തെ സൂപ്പർ ഹീറോ അല്ലേ സാറേ? ഞാൻ ഒരു കഥ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, സെക്കൻഡ് ഇയറാ. ഈ ജൂനിയേഴ്സിന് റാഗ് ചെയ്യുന്നതിനിടയിൽ നല്ല ഭംഗിയുള്ളൊരു ശാലീന സുന്ദരി, ആർക്കോളെ കണ്ട പ്രേമം തോന്നിപ്പോവും. എനിക്ക് തോന്നി. അന്ന് ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കുന്ന ഇവളായിരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ വളച്ചെടുത്തു. 3 കൊല്ലം ഞങ്ങൾ പ്രേമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായിൽ നിർത്തം കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അവൾ എൻ്റെ പ്രേമമൊക്കെ കളഞ്ഞ്
നല്ല രീതിയിൽ അരി വറുത്ത് നിന്ന് അവൾ അങ്ങോട്ടങ്ങ് പോയി. അവൾ അപ്പ വറുത്തത് അരി. നീ വീണ്ടും വറുക്ക ഒന്നു മോനെ, പഞ്ചമത്തിൽ കയറി ആട്ടല്ലേ சார் நீங்கள் வந்ததுக்கப்புறம் நாங்கள் இந்த மாதிரி தப்பே பண்ணுறல சார். அப்படிங்களா? நீங்கள் தான் சிட்டி ஹீரோ வச்சா சார். ഇവനിപ്പോ മലയാളത്തിൽ പറഞ്ഞത് இவங்களெல்லாம் சேர்த்து ஒரே செல்லி போடுங்க. நல்லா யோசிக்கட்டும். சார் நீங்கள் தான் சார் அந்த செல்லில் இருக்கீங்க. എങ്കയാവത് പോടയ്യാ. சார் ஜானிக்குட்டி லைனில். ഓ ഇത് ഇന്ന് അരി പറക്കും. മിസ്റ്റർ ജോണിക്കുട്ടി സാർ, നിങ്ങളുടെ കേസ് തന്നെയാണ് ഞാനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വിവരം കിട്ടുമ്പോൾ വിളിച്ച് അങ്ങോട്ട് അറിയിക്കാം. സാർ ഞാൻ சம்பாதிக்கிறாங்களோ இல்லையோ எல்லாம் கார்டு மட்டும் சொல்லி வச்சுக்கிறானுங்க. எல்லாம் பார்த்துக்க முடியல சார். அவன்கிட்ட போயிட்டு சார் உங்கள் பர்ஸில் கார்டுக்குதா இல்லை கேஷ் இருக்குதான்னு கேட்டு அடிக்கிறாங்க. அவன் இதை அடிச்சுட்டு எஸ்கேப் ஆகுதுக்குள்ளேயே கோலி தொண்டையை தொட்டு போது பெருசாக பேசுகிறான். உடனே சூடாடியா சும்மா கலாசுண்டாடி கவரிங்க. இது என்னது? சொல்ல மறந்துட்டேனே, எங்கள் அம்மா எப்போவுமே சொல்லும், நல்ல விஷயம் பண்ணுறதுக்கு முன்னாடி ஸ்வீட் சாப்பிட சொல்லிச்சா? கோயிலுக்கு போக சொல்லிச்சு. நான் அப்படியே கோயில் போயிருந்தேனா. கோயிலுக்கா? இல்லை கோயில் பக்கமாக வந்துட்டு இருந்தேனா, அங்கே பார்த்தா ஒரு லூஸு ரோட்டில் காசு எடிந்தான். நான் அவனை பார்த்துக்கினே போனேன்னா அந்த டைமில் பார்த்து அவனுக்கு ஒரு நாய் கால் பண்ணான். அவர் ஃபோன் எடுத்தார், நான் காசு எடுத்துன்னு வந்துட்டேன். அவன் என்னடா வகதொகலாமல் துரத்தி அச்சுன்னு வந்தான். நல்ல வேலை அந்த நேரம் நீ வந்த. ஆமாம், நீ எப்படி அங்கே வந்த? அது நான்சியோட ஹஸ்பண்டு வேலைக்கு போயிட்டான்னு சொல்லிட்டு நான்சி கால் பண்ணிச்சேன். அதான் அவளை பார்க்கலான்னு வந்தேன். திடீர்னு பார்த்தா நீ அவங்க கூட உண்ணுனுக்குறேன். சரி நீ ஒன்று தான் காசு மேட்டராக தான் இருக்குன்னு ஃபெர்னாண்டஸ்க்கு போன செங்கடாகரன்னு கேட்டேன். ஏறாள் நகரம் சொன்னான். சரி ஆட்டோ எடுத்துன்னு சொல்லி கட்டுன்னு எத்தனை எஸ் ஆகிட்டல 50 இருக்குது. இந்த பார் இந்த மாதிரி சில்லு அடிச்சுனதுக்கு எதனா ஒன்று லம்பாக பண்ணணும், பார்த்து சொல்லு. நானும் அதைத்தான் யோசிச்சுன்னுக்கிறேன். அதுக்கு ஒரு பிளான் வச்சுருக்கேன். എന്ത്? എപ്പോ? എവിടെ? ഏത് ഹോസ്പിറ്റല്? വണ്ടി ഇറങ്ങണം. എന്താടാ പറ്റിയത്? റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പറ്റിയതാ. ആ ഓട്ടോ വന്ന സ്പീഡിൽ അടിച്ചിരുന്നെങ്കിൽ ഞാൻ തട്ടിപ്പോയനെ. ഈ നിൽക്കുന്ന പുള്ളിയാണ് കറക്റ്റ് സമയത്ത് എന്നെ രക്ഷിച്ചത്. ഞാനാ? ഇവനോ? ആ, താങ്ക് യു. എന്താ നിന്റെ പേര്? മാത്യു. മാത്യുവിനെ ഇവനെപ്പോഴാണ് ജനിച്ചതെന്ന്? എൻ്റെ ഏട്ടൻ്റെ മോനുണ്ടായപ്പോഴാണ് ഞങ്ങളുടെ അപ്പൻ ഇവൻ ജനിക്കുന്നത്. ഒരനിയനെ പോലല്ല, സ്വന്തം മോനെ പോലെ ഞാനിവനെ വളർത്തിയത്. അമ്മയും അച്ഛനില്ലാത്ത ഒരു കുറവും ഞാനിവന് വരുത്തിയിട്ടില്ല. ഡ്രസ്സിന് ഡ്രസ്സ്, ഫുഡിന് ഫുഡ്, പാട്ടിന് പാട്ട്. ഉടങ്ങി പുരാണം. ഇപ്പോഴും എൻ്റെ പാട്ട് കേട്ട് ഉറങ്ങും. ചെറുപ്പം മുതലുള്ള ശീല. മോനെ, നിനക്ക് നല്ല വേദനയുണ്ടല്ലേ? വിഷമിക്കണ്ട, നീ ഉറങ്ങിക്കോ, ഞാൻ പാടാം. ഹരി മുരളി, ഹരി മുരളി. അനിയ, ഞങ്ങളുടെ മാണിക്കുഞ്ഞിനെ ഇടിച്ച ഓട്ടോ നമ്പർ ഓർമ്മയുണ്ടോ? TN07 T5305. എടാ ഊക്കനെ വിളിയടാ. ഏതൂക്കൻ? നമ്മുടെ SI ഊക്കനെ. ആ എടാ, എന്റെ അനിയനെ ഒരു ഓട്ടോ അടിച്ചിട്ട് നിർത്താതെ പോയി. അരമണിക്കൂറിനുള്ളിൽ ആ ഓട്ടോ ഡ്രൈവറും ഓണറും എന്റെ മുന്നിൽ ഉണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവമാര് പറയും. ഓട്ടോ നമ്പർ വല്ല അറിയാവടാ? എത്ര? TN07 T5305. മാത്യു, നീ എന്താ ചെയ്യുന്നത്? ഞാനൊരു ജോലി അന്വേഷിച്ചിരിക്കണം സാർ. നീ ഏതുവരെ പഠിച്ചു? BE കമ്പ്യൂട്ടർ സയൻസ്. അത് ശരി. എന്നിട്ടെന്താ നമ്മുടെ കമ്പനി വരാത്തത്? സാറിൻ്റെ കമ്പനിയുടെ പേര്? കമ്പനിയുടെ പേര് ടെക്നിക്.
സാർ ഞാനിവിടെ വന്നിരുന്നു ചോദിച്ച എക്സ്പീരിയൻസ് എനിക്കില്ലാത്തതുകൊണ്ട് ആര് ചോദിച്ചു? ഞങ്ങളല്ല. മാത്യു, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആവശ്യമാണ്. കമ്പ്യൂട്ടർ നിനക്ക് എന്തൊക്കെ അറിയാം? എനിക്ക് ബേസിക് കബോൾ, VB.NET, C++, ഫോട്ടോഷോപ്പ് ഇതൊക്കെ അറിയാം. CD റൈറ്റ് ചെയ്യോ? അറിയാം. DVD-യും റൈറ്റ് ചെയ്യും. അപ്പം നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, രാവിലെ തന്നെ ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യും. ഞാൻ എൻ്റെ പെമ്പർത്തോത്തിയോട് പറഞ്ഞേക്കാം. ഓ താങ്ക് യു സാർ. സാർ എനിക്കൊരു സഹായം ചെയ്യാവോ? എന്ത്? பேஷண்ட் சொன்னு சொல்லி யாராவது இருக்கீங்களா? கேர்ள் வாய்ஸ். அண்ணன் இருக்க. ஓ எங்க? நான் தான். ஓகே, உங்களை டாக்டர் கூப்பிடுறாங்க. நான் வரேன் சொல்லு. சொல்றேன். ജാട കാണിച്ച പെണ്ണും പോയി. മാത്യു, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. சார் அந்த ஆட்டோ நம்பரை ஆர்டிஓ ஆஃபீஸில் போய் விசாரிச்சிட்டேன் சார். ஆட்டோ டிரைவர் எனக்கு தெரிஞ்சவன் தான். என் வீட்டு பக்கத்தில் தான் சார் இருக்கான். அப்படியா? வண்டி சார் இது அங்கே வச்சு. ஓகே. സമയത്ര 5 മണി പറയും. കറക്റ്റ് സമയം 4:58. சாயந்தரம் 5 மணி வரைக்கும் தான் அவனுக்கு டயம். வட்டியும் அசல் வரணும். 5 மணிக்குள்ள காசை அண்ணன் கிட்ட போடு. വട്ടരാജ് എങ്ങനത്തെ ആളാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ വട്ടരാജിക്കുള്ള കാശ് നീ കൊടുത്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നീ റൂമിലേക്ക് വന്നോ. 50,000 അർജന്റായിട്ട് വേണം.